കലീലയും ദിംനയും കലീലയും ദിംനയും. പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഒന്നൊന്നായി കീഴടക്കിയ ശേഷം അലക്സാണ്ടർ തന്റെ പടയോട്ടം കിഴക്കോട്ട് തിരിച്ചു. പേർഷ്യൻ രാജാക്കന്മാരെയും അയൽ രാജ്യങ്ങളെയും തന്നെ വാളിന്റെ കരുത്തിൽ കീഴടക്കിയ അദ്ദേഹം ഇനി മുന്നോട്ട് നീങ്ങേണ്ടത് ഇന്ത്യയിലേക്കാണെന്ന് തീരുമാനിച്ചു. അവിടെ ശക്തനായ ഒരു രാജാവുണ്ടായിരുന്നു, പുരു. അലക്സാണ്ടർ പതിവ് പോലെ പുരുവിന് ഒരു സന്ദേശമയച്ചു. എന്നെ അംഗീകരിക്കൂ, എന്റെ സാമന്തനായി തുടരൂ. പക്ഷേ പുരു കിരീടം നഷ്ടപ്പെടുന്നതിനേക്കാൾ മരണം തന്നെ മെച്ചമെന്ന് വിശ്വസിച്ചവൻ അലക്സാണ്ടറിന്റെ വെല്ലുവിളി സ്വീകരിച്ചു. യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പുരു തന്റെ സൈന്യത്തെ സജ്ജമാക്കി. അനവധി ആനകൾ, വേഗമേറിയ കുതിരകൾ, വീരന്മാരായ പടയാളികൾ. ഒരു മഹായുദ്ധത്തിന്റെ ഗന്ധം ഭൂമിയിൽ പരന്നു. ഈ ഒരുക്കങ്ങളുടെ വാർത്ത അലക്സാണ്ടറിലെത്തി. ഒരു തോൽവി അതുതന്നെ മഹത്വത്തിന് കളങ്കമാകും, അദ്ദേഹം ചിന്തിച്ചു. അതിനാൽ അലക്സാണ്ടർ ഒരു വിചിത്രമായ തന്ത്രം ആവിഷ്കരിച്ചു. കുതിരകളും സൈനികരും പോലുള്ള പിച്ചള രൂപങ്ങൾ നിർമ്മിച്ചു. അവക്കുള്ളിൽ നാഫ്തയും സൾഫറും നിറച്ചു. സൈന്യത്തിന്റെ മുൻനിരയിൽ നിരത്തി യുദ്ധമാരംഭിച്ചു. പുരുവിന്റെ ആനകൾ ശക്തിയായി മുന്നോട്ട് നീങ്ങി. പക്ഷേ അവ ചുട്ടുപൊള്ളുന്ന പിച്ചള രൂപങ്ങളിൽ തൊട്ടമാത്രയിൽ ചിഹ്നം വിളിച്ചു തിരിഞ്ഞോടി. അലക്സാണ്ടറിന്റെ തന്ത്രം ഫലിച്ചു. പുരുവിന്റെ സൈന്യം സ്വന്തം ആനകളുടെ കാൽക്കീഴിൽ ചതഞ്ഞു. അലക്സാണ്ടർ വിളിച്ചു പറഞ്ഞു, മഹാരാജാവേ, തന്നെ സൈന്യത്തെ രക്ഷിക്കൂ. ഒരു രാജാവ് തന്റെ സൈന്യത്തെ അനാവശ്യമായി ബലിയർപ്പിക്കുന്നത് ഭീരുത്വമാണ്. വരൂ, നമുക്ക് ഒറ്റക്ക് പോരാടാം. ധീരനായ പുരു ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. അലക്സാണ്ടറിന്റെ വെല്ലുവിളി സ്വീകരിച്ചു. രണ്ടു രാജാക്കന്മാർ തമ്മിലുള്ള പോരാട്ടം തുടങ്ങി. ശക്തി ശക്തിയെ നേരിട്ടു. സമയം നീങ്ങിക്കൊണ്ടിരുന്നു. ആർക്കും തോൽവിയില്ല. അങ്ങനെ അവസാനം അലക്സാണ്ടർ വീണ്ടും തന്ത്രം പ്രയോഗിച്ചു. പെട്ടെന്ന് തന്റെ സൈന്യത്തിന് നേരെ തിരിഞ്ഞ് നിലവിളിച്ചു. ഈ സമയം പുരുവും തന്റെ സൈന്യത്തിന് നേരെ തിരിഞ്ഞു. ഒരു ചെറിയ അശ്രദ്ധ, അത് മതിയായിരുന്നു. അലക്സാണ്ടർ പിന്നിൽ നിന്ന് ആക്രമിച്ചു. പുരുവിനെ വെട്ടിവീഴ്ത്തി. രാജാവിനെ നഷ്ടപ്പെട്ട സൈന്യം കോപത്തോടെ വീണ്ടും പൊരുതി. പക്ഷേ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അലക്സാണ്ടർ രാജ്യം കൈവശപ്പെടുത്തി. അലക്സാണ്ടർ ഒരു വൈസ്രോയിയെ അധികാരമേൽപ്പിച്ചു. അധികനാൾ നീണ്ടില്ല. ജനങ്ങൾ അന്യദേശക്കാരന്റെ ഭരണത്തിൽ അസ്വസ്ഥരായി. അവർ വൈസ്രോയിയെ പുറത്താക്കി. പുതിയ രാജാവിനെ തിരഞ്ഞെടുത്തു. അവന്റെ പേര് ദബ്ഷ. കലീലയും ദിംനയും കലീലയും ദിംനയും.